രുചികരമായ വാൽനട്ട് വിളയിച്ചതാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 1 കപ്പ് വാൽനട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് വാൽനട്ട്. എന്നാൽ പലർക്കും കഴിക്കാൻ മടിയാണ്. പിന്നെ ഇത് നമ്മൾ ചോറ് വെക്കുന്ന അരി വറുത്ത് പൊടിച്ചതാണ്. 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയെടുക്കാം. പിന്നെ ശർക്കരയാണ്. ശർക്കര ഞാൻ പാനിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് ഏലക്കാപ്പൊടിയാണ് വേണ്ടത്. ഇത്രയും സാധനങ്ങൾ മാത്രം മതി നമുക്ക് ഈ വാൽനട്ട് വിളയിച്ചെടുക്കാനായിട്ട്. ആദ്യം ചെയ്യേണ്ടത് അടികട്ടിയുള്ളൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അത് ചൂടാക്കിയെടുക്കണം. നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി, ഇത് ഞാൻ ശർക്കര ഉരുക്കി അരിച്ചെടുത്തതാണ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മൾ എത്രമാത്രം വാൽനട്ട് എടുക്കുന്നുണ്ടോ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ശർക്കരപ്പാനി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വാൽനട്ട് ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഈ വാൽനട്ട് വിളയിച്ചത്. നമുക്ക് വാൽനട്ട് കഴിക്കാൻ പൊതുവെ എല്ലാവർക്കും തന്നെ മടിയാണ്. അന്നേരം ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നന്നായിട്ടൊന്ന് ഇളക്കി അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വാൽനട്ടിലൊക്കെ ശർക്കരപ്പാനി നന്നായിട്ടൊന്ന് പിടിക്കുന്നത് പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. തേങ്ങയും കൂടി ആ ശർക്കരപ്പാനിയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വരണ്ടു വരണം. ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടിയാണ്. അത് ഇതിനൊരു മുറുക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത്. ഡ്രൈ ആയി കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തന്നെ ഏകദേശം അത് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി കൂടി ചേർക്കുമ്പോൾ നല്ലൊരു മണമൊക്കെ വരും. അതിൻ്റെ ടേസ്റ്റിലും വ്യത്യാസം ഉണ്ടാവും. ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, എല്ലാവർക്കും ചേർക്കണമെന്നൊന്നുമില്ല. ഇനി നമ്മളൊരു 5 മിനിറ്റോളം ഏകദേശം ഒരു 5 മിനിറ്റോളം നന്നായി ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഡ്രൈ ആയി കിട്ടണം. നമ്മൾ ശർക്കര വരട്ടിയൊക്കെ ഉണ്ടാക്കില്ല, അതേപോലെ തന്നെ കിട്ടണം. ഇപ്പോൾ കണ്ടില്ലേ, ശർക്കരയും ആ തേങ്ങയും അരിപ്പൊടിയും എല്ലാം വാൽനട്ടിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതുണ്ടാക്കാനായിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അങ്ങനെ ആകുമ്പോൾ അടിയിൽ പിടിക്കാനൊക്കെ ഉള്ള സാധ്യത കുറവാണ്. മറ്റുള്ള പാത്രം ആകുമ്പോൾ അടിയിൽ പെട്ടെന്ന് ശർക്കരപ്പാനിയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് പിടിക്കും. പിന്നെ വിട്ട് കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് കൂടി ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഏകദേശം 5 മിനിറ്റോളമായി. ഇതൊരുവിധം ഒന്ന് തണുത്തിട്ടുമുണ്ട്. ഈ സമയത്ത് നമുക്കിത് കൈകൊണ്ട് ഓരോരോ പീസാക്കി മാറ്റിയെടുക്കാം. ഓരോരോ വാൽനട്ട്സ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഇത് വാൽനട്ട് കഴിക്കാൻ മടിയുള്ളവർക്കൊക്കെ കഴിക്കാനുള്ള നല്ലൊരു മാർഗ്ഗമാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് നമുക്ക് പാല് ചേർത്തോ നമുക്ക് ഇഷ്ടമുള്ള ടേസ്റ്റിൽ മാറ്റിയെടുക്കാനും പറ്റും. പഞ്ചസാര വേണമെങ്കിൽ അങ്ങനെ ചേർത്തെടുക്കാൻ പറ്റും. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം.